ഹായ് ഓൾ വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ S5 BSc മാത്തമെറ്റിക്സ് മേജർ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കുട്ടികൾ നമ്മളുടെ S4ൻ്റെ ഫ്രീ ക്ലാസ്സുകൾ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. ഒരുപാട് കോളേജുകളിലെ കുട്ടികൾ, ഒരു 60ഓളം കുട്ടികൾ നമ്മളുടെ S4ലെ ഫ്രീ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ തന്നെ S4ലെ ക്ലാസ്സുകൾ വളരെ യൂസ്ഫുൾ ആയിരുന്നെന്നും ആ ക്ലാസ്സുകളിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ നമ്മളുടെ S4ലെ ഫ്രീ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ S5ൻ്റെ ക്ലാസ് അനൗൺസ് ചെയ്തിരുന്നു. നമ്മൾ ഓൾറെഡി S5ൻ്റെ ക്ലാസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫറുകളും കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വരുന്നത് നമ്മളുടെ FIUGP S5 BSc മാത്തമെറ്റിക്സ് മേജറിൻ്റെ വ്യക്തമായ സിലബസ് അനാലിസിസുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആദ്യത്തെ UK5 DSc MAT 300 എന്ന് പറയുന്ന കോഴ്സ് കോഡുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് വെക്റ്റർ കാൽക്കുലസ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ്, അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, ആ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആദ്യത്തെ 2 മൊഡ്യൂളിൽ വരുന്നത് അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ കോഴ്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ മുന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാവുക ഇതിൻ്റെ കോണ്ടൻറ്റ് ആൻഡ് പ്രോബ്ലംസ് ആ ഒരു രീതിക്ക് പോകുമ്പോഴാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കുറച്ചുകൂടി എളുപ്പമാകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്, സൊല്യൂഷൻ, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം, മോഡലിംഗ്, പിന്നെ സെപ്പറബിൾ ODE, റിഡക്ഷൻ ടു സെപ്പറബിൾ ഫോം, ഈ വേരിയബിൾ സെപ്പറബിൾ ഫോം ആയിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്നത്. ഇതെല്ലാം ചോദിക്കും. എക്സാക്ട് ODE, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, റെഡ്യൂസിങ് ടു എക്സാക്ട് ഫോം, ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ്, ബെർണോളി ഇക്വേഷൻ, പേരെടുത്ത് സിലബസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും. ഓർത്തോഗോണൽ ട്രജക്ടറി. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബേസിക് എല്ലാം വരുന്ന ഒന്നാമത്തെ മൊഡ്യൂൾ. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കുറച്ചുകൂടി മുകളിലോട്ടുള്ള സാധനങ്ങൾ, ഹയർ ഓർഡർ ഹോമോജീനിയസ് ODE. ഓക്കെ, അപ്പോൾ എന്താണ് ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്താണ്, ബേസിസ് എന്താണ്, ജനറൽ സൊല്യൂഷൻസ് എന്താണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഓൾറെഡി തന്നെ ഈ പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനറൽ സൊല്യൂഷൻസ്, ഫൈൻഡിങ് എ ബേസിസ് ഇഫ് വൺ സൊല്യൂഷൻ ഈസ് നോൺ, അങ്ങനെ ബാക്കി കാര്യങ്ങൾ. ഹയർ ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷനിൽ അതിൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ 15 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആണ്. ഓയിലർ കോഷി ഇക്വേഷൻ അത് ഓർത്ത് വെച്ചോ, essay ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ കോളേജിൽ ചിലപ്പോൾ മാർക്കൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. വാട്ട് എവർ essay ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് കാണും? ഓയിലർ കോഷി കാണും. പിന്നെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബാക്കിയാണ് നോൺ ഹോമോജീനിയസ് ODE, എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക് സൊല്യൂഷൻസ് വിത്ത് റെസ്പെക്ട് ടു റോൺസ്കിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണക്കിന് നോൺ ഹോമോജീനിയസ് ODE അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നതും പിന്നെ സൊല്യൂഷൻ ബൈ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സുമാണ്. അതായത് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് റോൺസ്കിയൻ മെത്തേഡും അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസും സൊല്യൂഷൻ ബൈ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ, ഈ 3 മെത്തേഡും അതിൻ്റെ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ അതിൽ പഠിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ആദ്യമേ മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്, കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ 4th മൊഡ്യൂളിലാണ് നമുക്ക് വെക്റ്റർ കാൽക്കുലസ് വരുന്നത്. 4th മൊഡ്യൂളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? വെക്റ്റർ കാൽക്കുലസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെക്റ്റർ കാൽക്കുലസിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് സർഫസ് ഇൻ്റഗ്രൽ. ഈ വെക്റ്റർ കാൽക്കുലസിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, നിങ്ങൾ ഇത്രയും നാൾ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും പഠിച്ച ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റാണ് ഹൊവാർഡ് ആൻഡ് ബിവൻസിൻ്റെ കാൽക്കുലസ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിലെ അവസാനത്തെ ചാപ്റ്ററാണിത്. അപ്പോൾ ആ ടെക്സ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു എളുപ്പം ചിലപ്പോൾ തോന്നിയേക്കാം. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് സെയിം ആയിട്ട് തോന്നും. പക്ഷേ കുറച്ച് പാടാണ് ഈ ചാപ്റ്റർ, കാര്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ കഴിഞ്ഞ S4ൽ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. സർഫസ് ഇൻ്റഗ്രൽ എന്താണ്, അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അതിൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഫ്ലെക്സ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക, ഓറിയൻറ്റേഷൻ ഓഫ് സർഫസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡൈവർജൻസ് തിയറം, ഗോസ് ലാ, സ്റ്റോക്സ് തിയറം. ഡൈവർജൻസ് തിയറം അല്ലെങ്കിൽ സ്റ്റോക്സ് തിയറം ഇല്ലാത്ത ഒരു പരീക്ഷ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. സിലബസ് പറയുമ്പോൾ തന്നെ ഞാൻ പറയുവാണ്, നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായിട്ടും ഒന്നുകിൽ ഡൈവർജൻസ് തിയറത്തിൻ്റെ ചോദ്യം, അല്ലെങ്കിൽ സ്റ്റോക്സ് തിയറത്തിൻ്റെ ചോദ്യം, അല്ലെങ്കിൽ ഇത് രണ്ടും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി സിലബസിൽ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സേജ് മാത്ത് റെഫറൻസ് ഉണ്ട്. സേജ് മാത്ത് ഒന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ബാക്കി നോക്കിയാടാ, ഇത് നിങ്ങൾ എടുത്തു വെച്ചേക്കുക. എർവിൻ ക്രൈസിക്കിൻ്റെ അഡ്വാൻസ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 10th എഡിഷനും ഹൊവാർഡ് ആൻഡൺ ബിവൻസിൻ്റെ സ്റ്റീഫൻ ഡേവിസിൻ്റെ കാൽക്കുലസ് 10th എഡിഷനുമാണ് നിങ്ങൾക്ക് വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF-ഉം അതേ കണക്ക് തന്നെ സ്റ്റഡി മെറ്റീരിയൽസോ കിട്ടാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് നമ്മളുടെ കാൽക്കുലസ് ലേണിങ്ങിൻ്റെ ക്ലാസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പേപ്പറിന് ജൂലൈ 10 ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയടാ, ജൂലൈ 10 എന്നുള്ളത് ഒരു 15 വരെ ഇപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 15 വരെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെർ പേപ്പർ ഒരാൾക്ക് വെറും 1200 രൂപ മാത്രമേ ആകുന്നുള്ളൂ. 2000 രൂപയുടെ കോഴ്സാണ്. വെറും 1200 രൂപയ്ക്കാണ് ജൂലൈ 15 വരെ നമ്മൾ കൊടുക്കുന്നത്. ഇനി അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് 5 പേപ്പർ ഉണ്ടെങ്കിൽ, 5 പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ 5 പേപ്പർ ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് 4 പേപ്പറിൻ്റെ പൈസ തന്നാൽ മതിയാകും. 4 പേപ്പറിൻ്റെ പൈസ, അതായത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 4800 രൂപയ്ക്ക് നിങ്ങൾക്ക് 5 പേപ്പർ പഠിക്കാൻ പറ്റും. ഒരു പേപ്പറിന് 1000 രൂപ വെച്ച് പോലും ആകുന്നില്ല. ഇങ്ങനൊരു ഓഫർ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കത്തില്ല. വളരെ നല്ല ഓഫറാണ്. അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു പേപ്പർ വളരെ തുച്ഛമായ പൈസയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കിയടാ, ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഒരുമിച്ച് ജോയിൻ ചെയ്താലും ഒരു പേപ്പറിന് മാക്സിമം 10000 രൂപയാവുന്നുള്ളൂ. അതായത് ഒരു ക്ലാസ്സിലിപ്പോൾ 20 കുട്ടികളുണ്ട്. 20 പേര് നമ്മളുടെ കാൽക്കുലസ് ലേണിങ്ങിൽ കയറുവാണെങ്കിൽ ഒരു സെമ്മിൻ്റെ ഫീസാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മുഴുവൻ സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ പഠിക്കാൻ വെറും 500 രൂപയെ ചിലവ് വരുന്നുള്ളൂ, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്താൽ. അപ്പോൾ എല്ലാവരും കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തുച്ഛമായ പൈസയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവിടെയും 4 പേപ്പർ എടുത്താൽ 5 പേപ്പറും കിട്ടുന്ന ഓഫറും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 9495 208803 208803. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, ഏതൊക്കെ പേപ്പറാണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾക്കുള്ള ഏത് മാത്തമാറ്റിക്സിൻ്റെ പേപ്പറാണെങ്കിലും, മേജറോ മൈനറോ, ഏത് സെമസ്റ്റർ ആണെങ്കിലും, ഏത് പേപ്പറാണെങ്കിലും, സപ്ലിമെൻ്ററി ആണെങ്കിലും ഒക്കെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. സിലബസിൻ്റെ ക്ലാസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ആ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ തുച്ഛമായ ഫീസിൽ തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോ മാക്സിമം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോസുമായിട്ട് ഈ ചാനലിൽ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക്